വെൽക്കം ടു ഷിവാസ് റെസിപ്പീസ്. ഇന്നത്തെ റെസിപ്പി നാടൻ രീതിയിലുള്ള ചിക്കൻ പെരട്ടാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. അതിലേക്ക് 3 മീഡിയം സൈസ് സബോള നീളത്തിലരിഞ്ഞതും 6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു തക്കാളി, 2 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ ഇതിലേക്ക് ആവശ്യമായ മസാലകളൊക്കെ നമ്മൾ ചൂടാക്കി പൊടിച്ചാണ് എടുക്കുന്നത്. അതിനായിട്ട് 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു ചെറിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പൂ, 2 ഏലക്ക, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി പൊടിച്ചെടുക്കണം. പെരിഞ്ജീരകമൊക്കെ ചൂടായി ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ചെറിയ ചൂടോടുകൂടി പൊടിക്കണം. അപ്പോൾ കടായി നന്നായി ചൂടായി വന്നു. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് വെളുത്തുള്ളി ചേർത്തു. വെളുത്തുള്ളി നന്നായി ഒന്ന് വഴറ്റണം. വെളുത്തുള്ളി മൂത്ത് വന്നതിന് ശേഷം ഇഞ്ചി ചേർക്കാം. ഇഞ്ചി നന്നായി വഴറ്റി മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് 3 മീഡിയം സൈസ് സബോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വഴറ്റാം. ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം നിറമൊക്കെ ഒന്ന് ചെറുതായി മങ്ങി വരുമ്പോഴത്തേക്കും അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റി അടച്ചു വെച്ച് വേവിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ സവോള പെട്ടെന്ന് വെന്ത് കിട്ടും. അധികം നേരം നിന്ന് നമ്മളിങ്ങനെ വഴറ്റി സമയം കളയണ്ട. സവോളയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം. മല്ലിപ്പൊടി നന്നായി വഴറ്റിയെടുക്കാം. പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റണം. ഏത് പൊടി ചേർത്താലും ഇങ്ങനെ ചെറുതായി ഒന്ന് വഴറ്റി യോജിപ്പിക്കുന്നത് നല്ലതാണ്. ഇതിലേക്ക് 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കാം. അത് നന്നായി വഴറ്റി യോജിപ്പിക്കാം. ഇങ്ങനെ വഴറ്റുമ്പോൾ കറിക്ക് ഒരു പച്ച ചൊവ, ചിലപ്പോൾ ചില സമയത്ത് കറി വെക്കുമ്പോൾ പൊടികളുടെയൊക്കെ ചൊവ അറിയാൻ പറ്റും. ഇങ്ങനെ നന്നായി വഴറ്റി കഴിയുമ്പോൾ ആ ചൊവ അങ്ങ് മാറും. അതിലേക്ക് നേരത്തെ പൊടിച്ചു വച്ചിരിക്കുന്ന മസാലപ്പൊടിയും കൂടി ചേർക്കാം. ഇതും നന്നായി വഴറ്റി യോജിപ്പിക്കുക. ഇതിലേക്ക് തക്കാളി അരിഞ്ഞതും കൂടി ചേർക്കാം. 2 പച്ചമുളക് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു ബേ ലീഫും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. നന്നായി വഴറ്റി യോജിപ്പിക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ചേർത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് കുറച്ചുകൂടി ചേർക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ ചേർത്താൽ മതി. തീ കൂടി പോകരുത്. എന്നിട്ട് നന്നായി വഴറ്റി ഒന്ന് യോജിപ്പിക്കാം. ചിക്കനിലേക്ക് ഈ മസാലകളൊക്കെ ഒന്ന് പിടിക്കണം. അതുവരെ ഒന്ന് നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അങ്ങനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലേക്കാക്കി വേവിക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണിത്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ചൊരു 10 മിനിറ്റ് കൂടി വേവിക്കാം.
ഇപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരട്ട് തയ്യാറായി. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.